അല്ല വേറൊന്നുമില്ല. അൽഫോൺസിന്റെ അറിയാതെ ഇതൊന്നും പോകില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒന്ന് സെൻസറിനോ അല്ലെങ്കിൽ സൗണ്ടിനോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിനോ പോകില്ലല്ലോ. അപ്പൊ ഞാൻ അറിയാണ്ട് പോകില്ലല്ലോ. അതല്ല, അൽഫോൺസ് ആണ് ചോർത്തിയെന്ന തരത്തിൽ ആരോപണങ്ങൾ വരുന്നു. ആരോപണങ്ങൾ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. പോലീസുകാരങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അൻവർക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മീഡിയയിൽ പറയുന്നതാണ്. പോലീസുകാരെ അന്വേഷിക്കട്ടെ, അവർ മര്യാദയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും അന്വേഷണം വരാൻ പറ്റില്ല. താങ്കൾക്ക് തൃപ്തിയുണ്ടോ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം? കുഴപ്പമില്ല. അല്ല, അതിന്റെ സീരിയസ്നെസ് മനസ്സിലായപ്പോൾ എനിക്ക് തൃപ്തി വന്നത്. ഒരുപാട് പരിപാടി ഉണ്ട് അത് ചെയ്യാണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട്. മീഡിയയിൽ പറഞ്ഞ പോലെ ഒരുപാട് അവരെ കൺഫ്യൂസ് ചെയ്യിക്കാണ്ടിരിക്കുക. ഈ 8 മണിക്കൂർ നീണ്ട ഈ ഒരു പരിശോധന എന്തൊക്കെയാണ്? പരിശോധന ഒന്നുമല്ലല്ലോ, ചോദ്യം ചെയ്യാനാണ്. മൊഴി എടുക്കാനാണ് വന്നത്. മൊഴി എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്? മൊഴി എടുത്തിട്ടുണ്ടോ നിങ്ങളെ എപ്പോഴെങ്കിലും? മൊഴി എടുക്കാന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിക്കുക, എവിടെ നിന്നാണ് പോയിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിക്കുക. അതാണ് മൊഴി എടുക്കൽ. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് ഇവർ കാണാൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ന്യൂസ് കിട്ടിയത്? ഈ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ ന്യൂസ് കിട്ടണം? ഞാൻ എന്റെ കയ്യിൽ നിന്നാണ് പോയത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഫേക്ക് പരിപാടികളൊക്കെ എന്തിനാണ്? ഇത്രയും ദിവസമായിട്ട് ഇതിന്റെ ഒരു സെൻസർ കോപ്പി ഇട്ടാളെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയും അതുണ്ടാകും, വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ ഏത് അടുത്ത സെൻസർ കോപ്പി പോകും? അല്ല, സെൻസർ കോപ്പി നെറ്റിൽ അപ്ലോഡ് ചെയ്തവരെ പിടിക്കാൻ ഉടനെ തന്നെ പിടിക്കാൻ കഴിയുമെന്നുള്ള. പിന്നെ പിടിക്കാൻ കഴിയും. അവർ അതിനാണല്ലോ അന്വേഷിക്കുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ ചില്ലറല്ല, കുറച്ച് നല്ല പരിപാടിയുണ്ട്. നല്ല ടെൻഷനുള്ള പരിപാടിയാണത്. അത് ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ട പോലെ മിഠായി അവിടെ ഉണ്ട്, അങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവർ വീഴൊന്നുമില്ല. ഒരു കേസാണ്, അതിനായി സീരിയസ്നെസ് ഉണ്ട്. അപ്പോൾ മീഡിയയിൽ നിങ്ങളിങ്ങനെ ഒരു കേസ് ഒരാൾ കൺവിക്റ്റ് ആവാതെ നിങ്ങൾക്ക് എവിടെയും മീഡിയയിൽ കാണിക്കാൻ അധികാരമില്ല. ഇപ്പം എൻ്റെ പേര് മോശം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറയാം. അവരുടെ പേര് മോശം പോയാൽ അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ നിങ്ങൾ എടുക്കും. അപ്പോൾ ഒരു കാര്യം ആവശ്യമില്ലാത്തത് ഒരു സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, അൻവൃത്തിക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയാം. കാരണം ഞങ്ങളുടെ കഷ്ടപ്പെട്ടെ ഞാനിവിടെ എൻ്റെ തിയേറ്ററിൽ കാണുന്ന സാധനം മര്യാദക്കല്ലാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു മോശം ക്വാളിറ്റിയുള്ള സെൻസർ കോപ്പി എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ എന്തിനാണ് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത്? എനിക്കെന്താ വേദന? എനിക്ക് എന്ത് വേദന ഉണ്ടാവണേ? അപ്പോൾ ആവശ്യമില്ലാത്ത ഈ പരിപാടികളൊക്കെ ചിന്തിക്കാണ്ടിരിക്കുക. നമ്മളും നിങ്ങളെല്ലാവരും ഒരു സിനിമയുടെ കുറ്റവാളിനെ കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര പേര് ചോദിച്ചു ഉത്തരം? അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നിങ്ങൾ എത്ര പേര് പോയി? മീഡിയ എത്ര പേരുടെ പുറകെ പോയി? ആരെ പുറകെ പോയിട്ടില്ല. നിങ്ങൾ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്ന 2 പേര് വിദ്യാർത്ഥികളാണ്, അവർ അപ്ലോഡ് ചെയ്തവരാണ്. അതായത് ഈ ചോർത്തി കൊടുത്തവർ ആരാണ് എന്ത് തെളിവ് താങ്കൾക്ക് നൽകാൻ സാധിക്കും? എങ്ങനെയാണ് ഞാൻ തെളിവ് കൊടുക്കുന്നത്? ചോർത്തിയാൻ അറിയാൻ ഞാൻ പോയി പിടിക്കൂല, അവനെ കാരണം വീട്ടിൽ ഞാൻ കൊടുക്കൂലേ? അതെല്ലാം അന്വേഷിച്ചിരിക്കുന്നത്. അല്ല, ഈ എഡിറ്റ് ചെയ്ത കോപ്പിയിൽ സെൻസർ കോപ്പി എന്ന് എഴുതുന്ന സെൻസർ കോപ്പി എന്ന് എഴുതുന്നത് സെൻസർ കോപ്പി എന്ന എഡിറ്റിലാണല്ലോ എഴുതുന്നത്. അതെ, അത് കൃത്യമായി അറിയാവുന്ന അൽഫോൺസ് ആയിരിക്കുമല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ. അപ്പം ആ ഈ സെൻസർ കോപ്പി എന്ന് എഴുതിയ ആ പ്രിന്റ് അത് പോയിരിക്കുന്ന ആർക്കൊക്കെയാണ് എന്ന് അൽഫോൺസ് കൃത്യമായി അറിയാമായിരിക്കുമല്ലോ. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പോലീസിനും അൻവർക്കും എല്ലാവരും പോലീസിനും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ. പിന്നെ ഞാനിത് ഇത്രയും എനിക്കിപ്പോൾ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ മീഡിയയിൽ ഇതുവരെ വരാത്തിരുന്നത്. എന്നെ കാണാൻ ഇപ്പം എങ്ങനെയുണ്ട്? ഭയങ്കര മോശമല്ലേ? എല്ല് പോലും പോലെ ഇരിക്കണേ. എനിക്ക് പറഞ്ഞാൽ വയറിന് ഒരുപാട് പ്രോബ്ലം. കാണാൻ എങ്ങനെയുണ്ടോ അതല്ല, ഞാനും അതല്ല, എനിക്ക് കാണാൻ ഭംഗിയുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ എനിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞതല്ല. പിന്നെ കാണാൻ എങ്ങനെയുണ്ടോന്നല്ല, എനിക്ക് കാണാൻ സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാൽ ഇതൊന്ന് കേൾക്കണതിന് പോരാന്ന് പറയണേ. നിങ്ങൾ ചൂടാണ് കാര്യം. എനിക്ക് അസുഖമുണ്ട്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ.